ഇന്ന് കാണാൻ പോകുന്നത് മൈസൂർ പാലസാണ്. മൈസൂർ പാലസിനകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. നോക്കി എന്ത് മനോഹരമായിട്ടാണ് ഇതാ കാണുന്ന ആനയുടെ തല കണ്ടില്ലേ, രണ്ട് സൈഡിലുമായിട്ട്. അത് ഒറിജിനലാണ്. പണ്ട് കാലത്തെ രാജാക്കന്മാർ നായാട്ടിന് പോയി ഒറിജിനൽ ആനയുടെ തല വെട്ടിയെടുത്തുകൊണ്ട് വന്നാണ് അവിടെ അത് ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ട് എന്ത് രസമാണ് കാണാനായിട്ടല്ലേ. തൂണുകളും എല്ലാം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു. കുട്ടികളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് ആ തൂണുകളിലൊന്നും തൊടാനുള്ള അനുവാദമില്ല. സൈഡിലിനെ ബാരിക്കേഡ് പോലെ കെട്ടി വെച്ചേക്കുവാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ആ ലൈറ്റുകളും ആ ഒരു എന്താ പറയണ്ടേ, നല്ലൊരു ഭംഗി തന്നെയായിരുന്നു. അതിനകത്ത് കയറി കാണുവാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ മൈസൂർ പാലസ്. അവിടെ നിന്ന് പിള്ളേരുടെ ഫോട്ടോസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. അത്രയ്ക്ക് കൊത്തുപണികളുണ്ട്. പിന്നെ സൈഡുകളിൽ പല പല കാര്യങ്ങൾ അടുക്കിയടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് നിന്ന് ഫോട്ടോസ് എടുത്തു, പിള്ളേരുടെ എടുത്തു. ഏട്ടൻ അപ്പുറത്തേക്ക് മാറി, നല്ല തിരക്കാണ്. എല്ലാവരും സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെടുത്തതാണ്. ഇത് അതിനകത്തെ ഭാഗമാണ്. ഇവിടെയാണ് പണ്ട് രാജാക്കന്മാരൊക്കെ എന്താണ് സഭ കൂടാനും ആൾക്കാരെ വിളിച്ചിട്ട് പുറത്തുനിന്ന് ആൾക്കാരെല്ലാവരും വന്ന് നിന്നെടുക്കുന്നതും. ഇത് അവിടുത്തെ മുകൾ ഭാഗമാണ് കാണുന്നത്. നമ്മളിതെല്ലാം വഴി നമ്മൾ നടന്നു പോകുമ്പോൾ ചുവർ ചിത്രങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പകർത്തിയെടുത്ത് പോകുവാണ്. അന്നത്തെ രാജാക്കന്മാരും അവരുടെ സൈനികരെല്ലാം അണിനിരക്കുന്നതുമൊക്കെ ആയിട്ടുള്ള നിരവധി ചിത്രങ്ങളാണ് ചുമർ ചിത്രങ്ങളിലോട്ട് ഉണ്ടാക്കിയത്. ഇത് അതിനകത്തന്നെ ഭാഗമാണ്. കണ്ടോ എന്ത് മനോഹരമായിട്ടാണല്ലേ. തടിയിലാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെയധികം മനോഹരമായിട്ടാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, അതിൻ്റെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും വെള്ളി കൊണ്ടുള്ള രാജ്ഞിമാർക്ക് ഒരുങ്ങാനുള്ള കണ്ണാടികളാണ്, മിററാണത്. ഇത് കണ്ടില്ല, ഇവിടെയാണ് രാജാവ് ഇരുന്നു കൊണ്ട് മറ്റുള്ള ഈ സൈനികരുടെയും മറ്റോരോ കാര്യങ്ങളും കാണുന്നതുമെല്ലാം അവരോട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് ബീരങ്കികളുടെ പോലെ അവിടെ ചെയ്തു വച്ചിരിക്കുന്നതാണ്. ഇത് രാജാക്കന്മാരുടെ എല്ലാം പ്രതിമകൾ അവിടെ സ്ഥാപിച്ചകത്ത് കാഴ്ചക്കാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട്. കൂടുതലും നമ്മളെടുത്തത് ചുവർ ചിത്രങ്ങളും ചുമരുകളുടെ എല്ലാം ഭംഗിയാണ്. എന്ത് രസമായിട്ടാണ്, എന്ത് നല്ല കൊത്തുപണികളാണ്. അതിനെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കണ്ടോ എന്ത് രസമാണല്ലേ. നല്ല നല്ല അകത്ത് നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല കേട്ടോ. നമ്മൾ സൈഡിൽ കൂടി കണ്ട് കേട്ട് ഇറങ്ങി പോകാനേ പറ്റത്തുള്ളൂ. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നും വീഡിയോ എടുക്കലും ഫോട്ടോസായിട്ടും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ആ കോണിപ്പടി തന്നെ കണ്ടില്ലേ, ഇങ്ങനെ വളഞ്ഞ് ചരിഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതും എടുത്തത്. ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഒരു 5 മണി വരെ നമുക്ക് മൈസൂർ പാലസിനകത്തേക്ക് പ്രവേശനമുള്ളൂ. വൈകുന്നേരം ഈവനിങ്ങിൽ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അത് കാണാനാണ് എത്തിയത്. കണ്ടില്ലേ എന്തൊരു ജനമാണെന്ന്. അവിടെ നമ്മൾ വൈകുന്നേരം ഫ്രീ ആണ് കേട്ടോ എൻട്രി, പൈസയൊന്നുമില്ല. രാവിലെ നമുക്ക് പൈസയാണ്. പൈസ ആയിട്ട് നമ്മളകത്ത് കയറുന്നുണ്ട്. വൈകുന്നേരം നമുക്ക് ഫ്രീ എൻട്രി ആണ്. കണ്ടില്ലേ ധാരാളം ആളുകൾ ലൈറ്റ് ഷോ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഭയങ്കര അധികം മനോഹരം തന്നെയാണ്. നമുക്കത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ്, കണ്ടിരിക്കേണ്ടതുമാണ്. നോക്കി ലൈറ്റുകൾ നമ്മുടെ സീറോ ബൾബില്ലേ, അതാണ് എല്ലായിടവും പിടിപ്പിച്ചിരിക്കുന്നത്. അത് പലതരം ലൈറ്റുകൾ മിന്നി മറഞ്ഞൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഈ ലൈറ്റ് ഷോയാണ്. അതുപോലെ തന്നെ അവിടെ കച്ചേരികളുമുണ്ട്. കച്ചേരികൾ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് വൈകുന്നേരം. അതെല്ലാം കണ്ട് പിള്ളേർ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അതുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവിടെ ഫോട്ടോസ് എല്ലാം എടുത്ത് ഞങ്ങൾ അവിടുന്ന് അന്ന് വൈകുന്നേരം അവിടുന്ന് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ മൈസൂർ പാലസിൻ്റെ കാഴ്ചകൾ. വീണ്ടും മറ്റൊരു വ്ളോഗിൽ നമുക്ക് കാണാം.